പ്രജിത് മോഹനിലേക്ക് വീണ്ടും. പ്രജിത്ത്, ഈ യുദ്ധം പരമാവധി മണിക്കൂറുകൾ നീട്ടുക എന്നത് ഇറാൻ്റെ ഒരു തന്ത്രമാണ്. കാരണം എങ്ങനെയും ഇതിനെ കരയുദ്ധത്തിലേക്ക് കൊണ്ടുപോകണം, എന്നാൽ ചെറുത്തുനിൽപ്പ് സാധ്യമാണെന്ന് ആണ് ഇറാൻ്റെ ആത്മവിശ്വാസം. അതുകൊണ്ടാകും 4 പാടും മിസൈലുകൾ വാരിയെറിയുന്നത് കൈവശമുള്ളത്. മറുവശത്ത് അമേരിക്കയ്ക്കൊന്നും അത്ര പെട്ടെന്ന് അധികകാലം ഇതിങ്ങനെ നീണ്ടുപോകുന്നത് ഇഷ്ടമുള്ള കാര്യവുമാവില്ല. എത്രയും പെട്ടെന്ന് ഇറാനെ ഒതുക്കുക, താല്പര്യമുള്ളവരവിടെ സ്ഥാപിക്കുക, അതാകുമല്ലോ ലക്ഷ്യം. ഇതിപ്പോൾ ഇറാൻ മറ്റൊരു കുരുക്കിടുന്നോ? അതായത് ഈ ചരക്കു നീക്കം അപ്പാടെ സ്തംഭിപ്പിക്കുക, അല്ലെങ്കിൽ വർഷങ്ങൾ പിന്നിലേക്ക് ചരക്കു നീക്ക ഗതാഗത സംവിധാനത്തെ കൊണ്ടുപോവുക എന്ന തരത്തിൽ ഒരു പുതിയ തന്ത്രം കൂടി അറിഞ്ഞോ അറിയാതെയോ ഇറാൻ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു? ഒരു പക്ഷേ ഇറാൻ ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ ഇറാനെ അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുന്ന ഒരു കാരണവശാലും നിലവിലത്തെ റജീം, അതായത് നിലവിലത്തെ ഇസ്ലാമിക് ക്ലർജി, ഇസ്ലാമിക പുരോഹിത വർഗത്തിൻ്റെ അധികാരം അവസാനിപ്പിക്കാതെ, അവരുടെ ഭരണം അവസാനിപ്പിക്കാതെ പിന്മാറില്ലെന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിനെയും അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമൊക്കെ ആഗോളതലത്തിൽ നിന്നുള്ള സമ്മർദ്ദം കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരമൊരു നീക്കം ഇറാൻ നടത്തുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം ഒന്ന്, ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആദ്യഘട്ടത്തിൽ ഇറാൻ പറഞ്ഞിരുന്നത് ഹോർമൂസ് കടലിടുക്ക് തങ്ങൾ ഹോർമൂസ് കടലിടുക്കിൽ ആദ്യത്തെ ഇറാന്റെ നിലപാട് ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്നുള്ളതായിരുന്നു. പിന്നീട് ഇന്നത്തെ ദിവസം ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നില്ല, കപ്പലുകൾ പോകാൻ അനുവദിക്കുമെന്നൊക്കെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അത്തരമൊരു നിലപാട് ഇറാന്റെ IRGC അടക്കമുള്ള അവരുടെ നേവൽ വിഭാഗത്തിന്റെ അടക്കം നിന്നും പുറത്തു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പല കപ്പലുകളും ആ ഭാഗത്തേക്ക് പോവുകയും ചെയ്തു. പക്ഷേ തുടർച്ചയായി ഹോർമൂസ് കടലിടുക്കിലേക്ക് എത്തുന്ന ഷിപ്പുകൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 3-4 കപ്പലുകൾ കുറഞ്ഞത് ഇപ്പോൾ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ എണ്ണക്കപ്പലുകളുണ്ട്, അവയിൽ നിന്ന് തീയൊക്കെ ഉയരുന്ന ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നതുമുണ്ട്. അതോടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, UAE തീരത്തുള്ള ഒരു എണ്ണ ടാങ്കറിന്, അതായത് കടലിൽ നടക്കുന്ന എണ്ണ പരിവേഷണ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഓയിൽ വെല്ലിനെ നേരെ ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഓയിൽ വെല്ലിൽ നിന്ന് കത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും UAE തീരത്തുള്ള ഒരു ഓയിൽ വെല്ലിൽ നിന്ന് കത്തുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്ധന ടാങ്കറുകൾക്കും ഓയിൽ വെല്ലുകൾക്കുമെതിരേക്ക് നടത്തുന്ന ആക്രമണം ആ മേഖലയിലൂടെയുള്ള മുഴുവൻ കപ്പൽ ഗതാഗതത്തെയും ബാധിച്ചിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആഗോളതലത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും പ്രധാനപ്പെട്ട ആഗോള ചരക്ക് നീക്കത്തിൻ്റെ സിംഹഭാഗവും കൈകാര്യം ചെയ്യുന്ന 2 ഷിപ്പിംഗ് കമ്പനികൾ, ഒന്ന് മേഴ്സ്ക്, 2 MSC, ഈ 2 കമ്പനികളും ആ റൂട്ട് പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ മേഴ്സ്ക് നേരത്തെ തന്നെ തങ്ങളുടെ ഗൾഫ് ഓപ്പറേഷൻസ് പൂർണ്ണമായി നിർത്തുന്നു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയിരുന്നു. പിന്നാലെ ഇപ്പോൾ MSCയുടെ ഭാഗത്ത് നിന്നും ആ മേഖലയിലേക്കുള്ള എല്ലാ ബുക്കിങ്ങുകളും എല്ലാ ചരക്ക് ഗതാഗതങ്ങളും നിർത്തുന്നു എന്നുള്ള അറിയിപ്പ് വരുത്തിയത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഗൾഫ് മേഖലയിലുള്ള കപ്പലുകൾ സേഫ് ഷെൽട്ടറിലേക്ക്, അതായത് സുരക്ഷിതമായ ഇടത്തിലേക്ക് മാറുകയും അവിടെ തുടരുകയും ചെയ്യുക എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. തങ്ങളുടെ ജീവനക്കാർക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് MSC പറയുന്നത്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള 2 ആഗോള കമ്പനികൾ, ഈ ലോകത്തെ മുഴുവൻ ചരക്ക് ഗതാഗതത്തിൻ്റെയും സിംഹഭാഗം നിയന്ത്രിക്കുന്ന 2 കമ്പനികൾ ഈ രീതിയിൽ പിന്മാറിയതോടുകൂടി ആ മേഖലയിൽ കൂടി ഇനി പ്രധാനപ്പെട്ട ചരക്ക് നീക്കം ഒന്നും നടക്കില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഏതാണ്ട് 150-ലധികം കപ്പലുകൾ ഇപ്പോൾ തന്നെ ഈ ഗൾഫ് മേഖലയിൽ അവർ ആങ്കർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. കൂടുതൽ സർവീസ് നടത്താതെ, ആ മേഖലയിലേക്ക് പോകാതെ, അപകട മേഖലയിലേക്ക് എത്താതെ മറ്റ് സേഫ് ഷെൽട്ടറുകളിലേക്ക് മാറി ആങ്കർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ പൂർണ്ണമായും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം, ചരക്ക് കപ്പൽ ഗതാഗതം നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇറാൻ നിർത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടി അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ചില കപ്പലുകളെ ഇറാൻ തന്നെ ആക്രമിച്ച് നശിപ്പിച്ചു. അതിലൊന്ന് ഇറാൻ്റെ കപ്പലാണെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനി ഈ കമ്പനികൾക്ക് ആ റൂട്ട് പോകുന്നത് സുരക്ഷിതമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പുതിയ പാതകൾ കണ്ടെത്തേണ്ടി വരുന്ന സാഹചര്യത്തെക്കുറിച്ച് കൂടി ചിന്തിക്കുന്നുണ്ട്. കാരണം ഈ ആഗോളതലത്തിലുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, ലോകത്തിൻ്റെ ലൈഫ് ലൈനാണ് ഷിപ്പിംഗ് മേഖലയിലൂടെയുള്ള ചരക്ക് കൈമാറ്റം എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ലോകത്തിൻ്റെ പല ആവശ്യങ്ങൾക്കും ആഗോളതലത്തിലുള്ള വിവിധ സാമ്പത്തിക മേഖലകൾ, വിവിധ രാജ്യങ്ങൾ, വിവിധ ഭൂഖണ്ഡങ്ങൾ എന്നിവിടങ്ങളിലേക്കെല്ലാം നടക്കേണ്ട ചരക്ക് നീക്കത്തിൻ്റെ സിംഹഭാഗവും ഈ പറയുന്ന ഹോർമൂസ് സ്ട്രെയിറ്റ് വഴിയാണ് നടന്നുകൊണ്ടിരുന്നത്. അതിന് കാരണവുമുണ്ട്. കാരണം നേരത്തെ ഈ ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റിയുള്ള, ആഫ്രിക്ക ചുറ്റിയുള്ള വ്യാപാരം എന്നുള്ളത് വലിയ ചിലവേറിയതും അപകട സാധ്യതകളും ഒക്കെ നിലനിന്നിരുന്നൊരു കാലഘട്ടത്തിലാണ്
ഈ സൂയസ് കനാൽ വെട്ടുന്നതും അതിനോടൊപ്പം തന്നെയുള്ള ഈ ഹോർമൂസ് സ്ട്രെയ്റ്റ് വഴിയുള്ള വ്യവസായം, വ്യാപാരം, കച്ചവടം, ചരക്ക് ഗതാഗതമൊക്കെ വളരെ സാധാരണമായി മാറുന്നതും ഇന്ന് ആഗോള വ്യാപാരത്തിൻ്റെ നല്ലൊരു ശതമാനവും നടക്കുന്ന ഈ മേഖലകളിൽ കൂടി കപ്പലുകൾ പോകാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ 1, 2, 3 ദിവസം ഈ പറയുന്ന രീതിയിലുള്ള ഗതാഗതം തടസ്സപ്പെടുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വിലക്കയറ്റം, സാധനങ്ങളുടെ ലഭ്യതക്കുറവ്, അടിസ്ഥാന നിർമ്മാണ വസ്തുക്കളുടെ ലഭ്യതക്കുറവ്, അസംസ്കൃത വസ്തുക്കളുടെ നിർമ്മാണക്കുറവ്, ഭക്ഷണ വസ്തുക്കളുടെ ലഭ്യതക്കുറവ്, മറ്റു രാജ്യങ്ങളിൽ നിന്നും വേറെ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കളുടെ ലഭ്യതക്കുറവ്, കാർ വ്യവസായം, ഓട്ടോ ഇൻഡസ്ട്രി തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളെയും അത് വലിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ ഗുഡ് ഹോപ്പ് മുനമ്പിലൂടെയുള്ള പഴയ പാതയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിൻ്റെ ആ ആവശ്യകതയിലേക്ക് ലോകം ചിന്തിച്ചു തുടങ്ങും. അങ്ങനെയെങ്കിൽ കൂടുതൽ വിലക്കയറ്റമടക്കമുള്ളവയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. കാരണം ഗുഡ് ഹോപ്പ് മുനമ്പ് വഴിയൊക്കെയുള്ള ചരക്ക് ഗതാഗതം എന്ന് പറയുന്നത് അത് ഇപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടി ചെലവ് വരുന്നൊരു രീതിയാണ്. വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം അങ്ങനെയൊരു മേഖലയിലേക്ക്, പ്രത്യേകിച്ച് ഭാരതമടക്കമുള്ള രാജ്യങ്ങളിലേക്ക് വരുന്ന ചരക്കുകൾ പോലും ഇത്തരത്തിൽ ദൂരം കൂടിയ പാതയിലൂടെ സഞ്ചരിക്കാൻ നിർബന്ധിതമാകുകയും അതിനനുസരിച്ച് ആ യാത്രയ്ക്ക് വേണ്ടി വരുന്ന ചെലവ്, അതിനോടൊപ്പം തന്നെ ഇനിയിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ കയറ്റുമതി ചെയ്യപ്പെടുന്ന, ഇറക്കുമതി ചെയ്യപ്പെടുന്ന വസ്തുക്കളുടെ വിലയിലുണ്ടാകുന്ന വ്യത്യാസമൊക്കെ അങ്ങനെ വലിയ വലിയ ഇംപ്ലിക്കേഷൻസ് ആണ് അതിന് പിന്നിലുണ്ട്. കൃഷ്ണരാജ്, എന്തായാലും ഇറാൻ്റെ ഈ നീക്കം ആഗോളതലത്തിൽ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പല രാജ്യങ്ങളെയും തള്ളിവിടുന്ന രീതിയിലേക്കാണ്. അപ്പോൾ അതൊരു സമ്മർദ്ദ ശക്തിയായി ഉപയോഗിക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ഇറാൻ ഈ തങ്ങൾ എല്ലാവരെയും ഇല്ലാതാക്കും, അമേരിക്ക ഇല്ലാതാക്കും, ഇസ്രായേലിനെ ഇല്ലാതാക്കും എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഇറാന് സ്വന്തമായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ് തങ്ങളുടെ സൈനിക ശക്തിയുടെ പരിധി എത്രത്തോളമാണ്. അമേരിക്ക പോലെയുള്ള അവരുടെ ഒരു നേവൽ ഫോഴ്സ് കൊണ്ട് തന്നെ വേണമെങ്കിൽ ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയും. അത്രയധികം സൈനിക ശേഷിയുള്ള രാജ്യങ്ങളോട് മത്സരിക്കുമ്പോൾ ഇനി ലോകതലത്തിൽ നിന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയ്ക്കും ഇസ്രായേലിനും മേലുള്ള സമ്മർദ്ദം ശക്തമാക്കാനുള്ള ഒരു ഇടപെടൽ അവർ ആഗ്രഹിക്കുന്നുണ്ടാകാം. അതിനുവേണ്ടി കൂടിയാകാം സൈനിക ശക്തിയില്ലായ്മ ഈ ഖമേനിയ വരുത്തി വെച്ചതല്ലേ. കാരണം 37 വർഷം നീണ്ട ഭരണകാലം, അവിടെ 2 തരം പ്രതിരോധ സംവിധാനം. ഒന്ന് സാധാരണ സൈന്യം, അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് പ്രതിരോധ മന്ത്രിക്കടുത്ത്. മറ്റൊന്ന് IGRC, ഖമേനിയ ഉണ്ടാക്കി വെച്ചത്. അതാണ് മതപരമായി, വ്യവസായപരമായി, പ്രതിരോധപരമായൊക്കെ ഖമേനിയെ നിലനിർത്തിയ ഒരു സംവിധാനമാണത്.